മറ്റൊരു ചിറ്റ്ചാറ്റാണ്. ഈ ചിറ്റ്ചാറ്റിൽ കാനഡയിൽ നിന്നും ഷിജു ആണ്. ടോപ്പിക് എന്ന് പറയുന്നത് അമേരിക്ക, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്ന ശേഷം അമേരിക്ക ഗ്ലോബലായിട്ട് സൂപ്പർ പവറായിട്ട് മാറുന്നു. അത് വളരെ വിസിബിളാണ്. റഷ്യ ഒന്നും അല്ലാതായി ചൈനയെ പൂർണ്ണമായിട്ടൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ് പല ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കുകൾ ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഗ്ലോബലായിട്ടുണ്ടായി വന്ന ഒരു അക്സെപ്റ്റൻസ്, അതേപോലെ ട്രംപിന് അമേരിക്കയിൽ കിട്ടിയ ഒരു പോപ്പുലർ അക്സെപ്റ്റൻസ്, ഇതെല്ലാം കൂടെ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. ഷിജു, ആദ്യത്തെ ഒരു ചോദ്യം, ഒരു 1.5 വർഷം മുമ്പുള്ള അമേരിക്ക അല്ല ഇന്നത്തെ അമേരിക്ക. അതായത് പൂർണ്ണമായിട്ടും മാറി. ഇപ്പം ജോ ബൈഡൻ്റെ സമയത്താണെങ്കിലും അതിനു മുമ്പ്, പിന്നെ ആ സമയത്ത് ട്രംപ് അന്ന് ട്രംപ് ഇത്രയും പവർഫുൾ ആയിരുന്നില്ല. ഇന്ന് ട്രംപ് ഭയങ്കരമായി പവർഫുള്ളായി മാറി. അത് പറയുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുക. ഇപ്പം ഇറാനിൽ വാറുണ്ടായോ, കോൺഫ്ലിക്റ്റ് ഉണ്ടായോ, ഒന്നൊന്നുമല്ല ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ പറയുന്ന 6 രാജ്യങ്ങൾ മുഴുവനും ട്രംപിൻ്റെ അടിയിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തു. കാരണം അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഭവം ഇസ്രായേൽ എന്ന് പറഞ്ഞത് ഇറാനെ അടിച്ചങ്ങ് നാശമാക്കി 11 ദിവസത്തെ വാറിൽ. ഈ പറയുന്ന റഷ്യ ഒരു സേ ഇല്ല, ഒരു അഭിപ്രായം പറയാൻ പോലും അവർക്കുള്ള കേപ്പബിലിറ്റി ഇല്ല. വെന്യൂസില ഒരു തെളിവാണ്. അതേപോലെ ചൈനയെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു. അതായത് അമേരിക്ക അത് എക്കോണമി എന്നപോലെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ എക്കോണമി മുമ്പിലോട്ടാണ് പോയിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞു പുറകോട്ടടിക്കുമെന്ന്, അത് നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ടാരിഫൊക്കെ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുണ്ടായി. ഇത് ഏത് രീതിയിലാണ് ഷിജു അതിനെ റീഡ് ചെയ്യുന്നത്? അതെ മാത്യു, വൺസ് അഗൈൻ ഗുഡ് ടു സീ അഗൈൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വാട്ട് യു സെഡ് ഈസ് വളരെ വാസ്തവമാണത്. വളരെ വാസ്തവം എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കയുടെ ഒരു റീ എമർജൻസ്, രണ്ടാമത് അമേരിക്ക ഒരു വീണ്ടും വരവാണ് അമേരിക്കയുടെ ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ കാണുന്നത്. അതിശക്തമായിട്ടുള്ള വീണ്ടും വരവ്. അതെന്ന് പറയുന്നൊരു അത്ഭുതകരമായ ഒരു കാര്യമല്ല. കാരണം അല്പം ഈ ചരിത്രം നോക്കുകയാണെങ്കിൽ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയ്ക്ക് ഒരു വലിയൊരു വളർച്ചയുണ്ട്. നേരം അറിയാമല്ലോ, സഖ്യകക്ഷിയുടെ കൂട്ടത്തിൽ ബ്രിട്ടനൊക്കെ ആയിരുന്നു മേൽക്കോയ്മയെങ്കിലും ആ യുദ്ധത്തിന് ശേഷം 1949 എന്ന് കൂട്ടിക്കോളും. അപ്പം ഒരു കാൽക്കുലേഷൻ സൗകര്യമുണ്ട്. അപ്പം നെറ്റോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും 1949 നെറ്റോ ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞുണ്ടാകുന്ന ഒരു 50 വർഷം 2000 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കോൾഡ് വാർ, ഇൻഡസ്ട്രിയലൈസേഷനോടനുബന്ധിച്ച് ഒരു കോൾഡ് വാർ ശരിക്കും അമേരിക്കയുടെ വളർച്ചയെ വളരെയേറെ സഹായിച്ചു. കാര്യം ആ പുറത്ത് ഒരു തുല്യ ശക്തി ഉള്ളത് കൊണ്ടാണ് അമേരിക്ക വാക്കിയത്. എന്നിട്ട് 2000 കൂട്ടിക്കൊള്ളിയും 1990-2000 കാലഘട്ടത്തിൽ കോൾഡ് വാർ അവസാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അമേരിക്ക ഒരു പതനം ആരംഭിക്കുന്നുണ്ട്. ഗ്ലോബലൈസേഷനകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ചൈനയൊക്കെ ഒരു ഉദാഹരണമാണ്. ഇത് ശരിയോ തെറ്റോ ഒക്കെ നമുക്ക് മറ്റൊരു അവസരത്തെ നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇത് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ ബേസ്, അമേരിക്ക മാത്രമല്ല അമേരിക്ക യൂറോപ്പിന് നഷ്ടപ്പെട്ട ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ ബേസ് ഒക്കെ വലിയ തകർച്ചയിലേക്കാണ് ശരിക്കും അമേരിക്കയെ കൊണ്ടുപോയെന്ന് മാത്രമല്ല അമേരിക്കയുടെ ഭാവിയെപ്പറ്റി ഒരു ആശങ്കയും ഉണ്ടായിരുന്നു. അപ്പോൾ വളർന്നു വരുന്ന ചൈനയും മറ്റ് ശക്തികളുമൊക്കെ. ആ സമയത്താണ് ഈ ട്രംപിന്റെ ഒരു 2ാം വരവെന്ന് പറയുന്നത്. ട്രംപിന്റെ നമുക്ക് ആ ഒരു കാലഘട്ടത്തെ 2ാം ലോകമഹായുദ്ധ കാലം മുതൽ ഒരു കോൾഡ് വാറിന്റെ അവസാനം ഒരു കാലഘട്ടമായിട്ട് കണക്കാക്കിയാൽ പിന്നെ ഒരു ഗ്ലോബലൈസേഷന്റെ കാലഘട്ടം ഒരു 25 വർഷം 2000 മുതൽ 2025 വരെ. ഇനി വരുവാണെങ്കിൽ ഒരു ട്രംപിന്റെ കാലഘട്ടം അതിന് വല്ല മകാന്ന് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെയുള്ള ടോപ്പിക് അങ്ങനെ ഒരു ടൈറ്റിൽ വഴി വരുന്ന ആക്കിയാലും അമേരിക്ക ഈ 1 വർഷം കൊണ്ട് നിശ്ചയമായിട്ട് ലോകത്തൊരു വൻ ശക്തിയായിരുന്നു. ചോദ്യം ചെയ്യപ്പെടാൻ ഒക്കാത്ത വിധം ഒരു വൻ ശക്തിയായിട്ട് വളരുകയാണ് അപ്പം ഇതെന്ന് പറയുന്നൊരു ആകസ്മികമായിട്ടുണ്ടായതല്ല. ഇതൊക്കെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലെങ്കിൽ ഒരു വലതുപക്ഷ പാർട്ടികളുടെ ഒരു ഇലക്ഷൻ പ്രോമിസ് തന്നെയായിരുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മേക്ക് അമേരിക്ക സ്ട്രോങ് അഗെയിൻ, മേക്ക് അമേരിക്ക റെസ്പെക്ട്ഫുൾ അഗെയിൻ, ലോകത്ത് മാനിക്കുന്ന രാജ്യമാക്കണം, എന്നിട്ട് ബിൽഡ് ദ വാൾ, ഈ ഇൻവേഷൻ അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ നിയന്ത്രിക്കണം. ഇത്തരം ഓഫറുകളൊക്കെയാണ്. അപ്പൊ ഇപ്പോഴേ നമ്മൾ കേൾക്കുന്നതെന്ന് പറയുന്നത് പ്രോമിസ് ഗീവ്, പ്രോമിസ് കെപ്റ്റ്, നമ്മൾ പറഞ്ഞതൊക്കെ നടത്തിയെടുക്കുന്നു, വി ആർ വിന്നിങ് അഗെയിൻ എന്നൊക്കെയുള്ള സ്ലോഗനാണ്. ഏത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ
ഏതെങ്കിലും ചെറുതോ വലുതോ മീറ്റിങ്ങിനകത്ത് യു എസ് ചാൻഡും ആ ഒരു തീവ്ര രാജ്യവികാരവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് പ്രധാന വിഷയങ്ങളാണ്. ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഒന്ന് പറഞ്ഞാൽ നേറ്റോയുടെ ഒരു എമർജൻസും നേറ്റോയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും. രണ്ടാമത് അമേരിക്കയുടെ ഇന്നത്തെ ഒരു എനർജി ഡോമിനൻസിലേക്കുള്ള ഒരു മൂവ്, ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം തന്നെയാണത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. രാജ്യത്തിന് നന്നായിട്ട് വികസിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വേണം, അത് ഉണ്ടാവണം. പിന്നുള്ളത് എക്കണോമിക്കൽ സ്ട്രെങ്ത് വേണം, അതിനോടൊപ്പം ടെക്നോളജിയും വേണം. പിന്നെ അതിപ്രധാനമായിട്ട് അതിൻ്റെ പുറകിൽ വേണ്ടതെന്ന് പറയുന്നത് ഒരു എനർജിയും ഡിഫൻസ്. ഈ 5 കാര്യങ്ങളാണ് രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമെങ്കിൽ ഇത് 5ഉം അമേരിക്കയിൽ ഉണ്ടെന്ന് മാത്രമല്ല മറ്റാർക്കും അടുക്കാനൊക്കാത്ത വിധം വളരെ ശക്തമായിട്ടുണ്ട് താൻ. ഇതിനകത്ത് ഒരു പോയിന്റിലോട്ട് ഞാൻ ഷിജുവിനോട് പറയാം. ഇപ്പം അതായത് ഇപ്പം ഷിജു നാറ്റോയെ പറ്റി പറഞ്ഞു, യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റി പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കുക, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടും പ്രത്യേകിച്ച് കഴിഞ്ഞ 1.5 വർഷമായിട്ടും ട്രംപ് നാറ്റോയെ നശിപ്പിച്ചു. അതാണ് ഇതിൻ്റെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്. ഫ്രാൻസിന് യാതൊരു പ്രാധാന്യവുമില്ല, ബ്രിട്ടന് പ്രാധാന്യമില്ല, ജർമ്മനിക്ക് പ്രാധാന്യമില്ല. ഇതിനെല്ലാം പിടിച്ച് മൂലക്കിരുത്തി. അമേരിക്ക എന്ത് പറയുന്നത് വേണമെങ്കിൽ ഫോളോ ചെയ്തോണം. ഞങ്ങൾ വെപ്പൺ കൊടുക്കും ഉക്രൈന്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്ന, പണം ഇങ്ങോട്ട് തന്നോണം, കാരണം ഉക്രൈൻ്റെ പണമില്ല. സി ദ വേ ഹി ബുൾഡോസിങ്. ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നും അവരുടേതായ ഒരു ശബ്ദമില്ലാതായി. ഇമാനുവൽ മാക്രോൺ പക്ക ഒരു മാക്രിയ, വെറുതെ ശബ്ദിക്കുന്നതല്ലാതെ ട്രംപിൻ്റെ മുമ്പിൽ അയാൾ കാല് പോയി നക്കുന്നയാളാണ്. ദാറ്റ് ഈസ് മൈ ഒബ്സർവേഷൻ. വളരെ വാസ്തവമാണ്. ശരിക്കും നേറ്റോ ഫോഴ്സിനെ ഇല്ലാതാക്കിയതിനേക്കാളെ കൂടുതൽ ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ നശിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ട്രംപിന്റെ വായിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ട്രംപ് പറയുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന യൂണിയൻ എന്ന് പറയുന്നത് അമേരിക്കയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇപ്പം മൊത്തം യൂറോപ്പിന്റെ മൊത്തം GDP നോക്കുകയാണെങ്കിൽ ഏകദേശം അമേരിക്കയുടെ GDP ഉണ്ട്, രാജ്യങ്ങളുടെ മേജർ രാജ്യങ്ങളുടെ ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ യൂണിയന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു ചിന്താഗതി. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനെ ട്രംപ് ഒട്ടും മാനിക്കുന്നില്ല. പക്ഷെ നേറ്റോ ഫോഴ്സ് എന്ന് പറയുന്നത്, നേറ്റോയുടെ ചരിത്രം നോക്കിയാൽ 1949 നേറ്റോ ഫോം ചെയ്യുന്നത് ഒരു 12 രാജ്യങ്ങളുമായിട്ട്. അതായത് USSRന്റെ ഒരു ഇൻവേഷന് ചെക്കോസ്ലോവാക്യയിലേക്ക് വന്നതുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ജർമ്മനിയിലെ ബെർലിനിലുള്ള ഇൻവേഷനൊക്കെ ബന്ധപ്പെട്ട് യൂറോപ്പിലേക്ക് ഒരു ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഒരു സോഷ്യലിസം കടന്നു കയറുമോ എന്ന് ഭയപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. അന്ന് 12 അംഗരാജ്യങ്ങളാണ് അതിനകത്തുള്ളത്. ഇന്ന് 32 അംഗരാജ്യങ്ങളുണ്ട്. അപ്പം യൂറോപ്യൻ യൂണിയൻ, ഇപ്പൊ കാനഡയും അമേരിക്കയും ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് 32 മേജർ മിക്കവാറും രാജ്യങ്ങൾ അതിന്റെ ഭാഗമാണ്. യുക്രൈനൊക്കെ ആകുന്നത് ബന്ധപ്പെട്ടാണല്ലോ യുദ്ധം ആരംഭിച്ചത് ഇപ്പം. അപ്പം അങ്ങനെ വരുമ്പം ഈ നേറ്റോ ഫോഴ്സിനകത്തുള്ള അമേരിക്കയുടെ ഒരു പ്രാതിനിധ്യം നമുക്ക് നോക്കണം. മൊത്തം നോക്കുകയാണെങ്കിൽ നേറ്റോ ഫോഴ്സിന്റെ ആകെയുള്ള ഒരു മിലിറ്ററി സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു 3.5 മില്യനാണ്. 3.5 മില്യൺ 35 ലക്ഷം. അപ്പം 35 ലക്ഷം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏകദേശം 1.3 ഒരു 13 ലക്ഷം 15 ലക്ഷത്തോളം അമേരിക്കയാണ്. അപ്പം അതിനകത്തുള്ള ഒരു 35 ലക്ഷത്തിനകത്ത് 15 ലക്ഷം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള അമേരിക്കപ്പെട്ട ഉള്ളെങ്കിലും അതിന്റെ ഡിഫൻസ് സ്പെൻഡിങ് നല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് 1.5 ട്രില്യൺ ആണ് ഏകദേശമാണ് അതിന്റെ മൊത്തം ഡിഫൻസ് സ്പെൻഡിങ്. അതിനകത്ത് 1 ട്രില്യനും അമേരിക്കയുടേതാണ്. അതായത് 2 ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയാണ്. അപ്പം ചൈനയെ റഷ്യ ആലോചിച്ച് നോക്കണം. റഷ്യക്ക് 1.3 ആണ് അവരുടെ പ്രഖ്യാപിത നമ്പർ നോക്കണം. അപ്പം 1.3 മില്യൺ. അപ്പോൾ ഇപ്പം ഇതിനകത്ത് നിന്ന് നേറ്റോയ്ക്കകത്തുനിന്ന് അമേരിക്ക പോയി കഴിഞ്ഞാൽ നേറ്റോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അത് അമേരിക്ക വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ ടേമിൽ വന്നപ്പോഴും ആദ്യം ട്രംപ് ഭയപ്പെടുത്തിയത് നേറ്റോനെ പിന്മാറും എന്നുള്ളതാണ്. കാരണം നേറ്റോയിലേക്ക് മറ്റു രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് പുട്ട് യുവർ ഫെയർ ഷെയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് GDP 2% കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോൾ GDP 5% കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം മിക്കവാറും രാജ്യങ്ങൾ 3.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ വളരെ രസകരമാണ്. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഡിഫൻസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇവര് എന്താണ് ഈ പണം ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിന് ഡിഫൻസിന് ആയുധങ്ങൾ വാങ്ങിക്കുക, പ്ലെയിൻ വാങ്ങിക്കുക, വാർ പ്ലെയിൻ മേടിക്കുക, ഇതൊക്കെ അമേരിക്കയുടേതാണ് വാങ്ങിക്കേണ്ടത്. അവരുടെ GDP 5%
അമേരിക്കയിലേക്ക് വരികയാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വിട്ടുമാറുമോ, ഇതിൽ നിന്ന് പോകുമോ എന്ന് ചോദിച്ചാൽ അമേരിക്ക വിട്ടുമാറാനുള്ള സാധ്യത കുറവാണ്. പക്ഷെങ്കിൽ നേറ്റോയ്ക്കകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടാമൊരു കണ്ടീഷനുണ്ട്. അതായത് നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 5 എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അത് ഏതെങ്കിലും ഒരു അംഗരാജ്യത്തെ ഒരു ആം ഫോഴ്സ് ആക്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തെ ആക്രമിച്ചിട്ട് കണക്കാക്കണമെന്നും അതിനെതിരെ പ്രതിരോധിക്കണമെന്നുമാണ്. പക്ഷെ 1965-66 തോന്നുന്നു ഫ്രാൻസ് ഇതിനകത്തുനിന്ന് വിട്ടുനിന്നു. അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഇതിനകത്തുണ്ടായി. കാരണം ഫ്രാൻസ് വിട്ടുനിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ പോളിഫറേഷൻ ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എൻ്റെ ഓർമ്മ. അന്നേരം ചാൾസ് ഡി ഗോൾ അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ അനുവാദം വേണമെന്ന് പറഞ്ഞാണ് വിട്ടുനിന്നത്. അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഇതിനകത്ത് പഠനം നിർബന്ധമൊന്നുമില്ല യുദ്ധം ചെയ്യുമ്പോൾ. അപ്പം ഈ നേറ്റോയെ അത് ചുരുക്കത്തിൽ പറയാം, നേറ്റോ എന്ന് പറയുന്നത് അമേരിക്കയാണ് നേറ്റോയുടെ സ്ട്രെങ്ത് എങ്കിലും അമേരിക്കയ്ക്ക് ആണ് ഈ നേറ്റോയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം. ഉദാഹരണത്തിന് ഇറാഖിലേക്ക് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവരോടൊപ്പം യോജിക്കേണ്ടി വന്നു. അപ്പോൾ അവർ പോയോ അവർ പങ്കെടുത്തോളതിനേക്കാൾ കൂടുതൽ ഒരു ലോകത്തിൻ്റെ ഒരു ഭൂരിപക്ഷം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ ആ കമാൻഡിനടിയിലാണ്. കാരണം ഒന്നാലോചിക്കണം, അപ്പോൾ നമ്മൾ ഇറാഖിലേക്ക് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് അഡ്രസ് ഉണ്ടായിരുന്നത് ജോർജ് ബുഷിൻ്റെ, നമ്മൾ അന്ന് ടി വിയിലൊക്കെ ശ്രദ്ധിക്കുന്നൊക്കെ കാണുന്നതാണ്. അന്നേരം ഈ യുണൈറ്റഡ് നേഷൻസ് UN പറയുന്നു യുദ്ധം ചെയ്യാൻ പോകരുത്, നമ്മളോട് ബയോളജി കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞാണല്ലോ പോകുന്നത്. അന്നേരം ജോർജ് ബുഷിൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു, ഇഫ് യു ആർ നോട്ട് വിത്ത് അസ് യു ആർ അഗൈൻസ്റ്റ് അസ്. ഞങ്ങളോട് കൂടെ ഇല്ലാത്തവൻ ഞങ്ങളുടെ കൂടെ ചേരാത്തവൻ ഞങ്ങൾക്ക് എതിരാണെന്നാണ് പറയുന്നത്. ഞാൻ വളരെ അഡമൻ്റായിട്ടാണ് പോകുന്നത്. അതിപ്പം ട്രംപിൻ്റെ മാത്രം സ്വഭാവമല്ല, അത് അമേരിക്കയുടെ ഒരു രീതിയാണ്. അപ്പം ഈ ചുരുക്കത്തിൽ നേറ്റോ ഫോഴ്സിനെ തകർത്താലും തകരുമെന്ന് പറയാനോ ആവില്ല. പക്ഷെ നേറ്റോ ഫോഴ്സിനെ തകർക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടും. പക്ഷേ യൂറോപ്യൻ യൂണിയനെ തകർക്കാൻ സാധ്യതയുണ്ട്. അതാണ് നമ്പർ 1. അത് പറയുമ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന് പൊട്ടൻഷ്യൽ ഒരു ശത്രുവായേക്കാം, എന്നാലേ പൊട്ടൻഷ്യലായിട്ട് ഒപ്പീനിയൻ പ്രകടിപ്പിക്കാൻ ഒരു ഈക്വലായിട്ടുള്ള ആ ഒരു യൂണിറ്റി ഇല്ലാതാവും. ഭാവി ചൈനയും തകർത്തേക്കാം. പക്ഷെങ്കിൽ ഈ ഒരു പറയുന്ന ഒരു ഡിഫൻസിനകത്ത്, ആർമി അല്ലെ വെപ്പണിനകത്ത് അമേരിക്കയുടെ ശക്തിക്കൊപ്പം ഒരു രാജ്യവും അടുത്ത് വരുന്നില്ല. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ കോവിഡിന് ശേഷം ചൈനയ്ക്കെതിരെ ഡീലിങ്കിങ് എന്ന സംഭവം തുടങ്ങി. ഉറപ്പായിട്ടത് അമേരിക്കൻ പ്രഷറിൽ കൂടെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്, ഡീലിങ്ക് ചെയ്യുക. പിന്നീട് ഈ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ, അതായത് ഇമാനുവൽ മാക്രോൺ ആണെങ്കിലും ഫ്രാൻസിൻ്റെ ചാൻസലർ ആണെങ്കിലും വീണ്ടും അവർ ചൈനയിൽ പോയി കാണുന്നു, സംസാരിക്കുന്നു. അപ്പം അമേരിക്ക പറയുന്ന കാര്യമുണ്ട്, ഈ പല കാര്യങ്ങളും ഈ മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന് പറയുന്ന സംഭവം അത് ചൈനയിൽ നിന്നും പല രാജ്യങ്ങളിൽ കൊണ്ടുപോകണം, ആ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുമായിട്ടൊക്കെ ലിങ്ക് കയറി വരുന്നത്. എൻ്റെ ചോദ്യം ഇതല്ല, ഇപ്പം യൂറോപ്യൻ കാർ മേക്കേഴ്സ്, അതായത് ഇപ്പം ജർമ്മനി ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ഗ്ലോബലായിട്ട് കാറുണ്ടാക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനികളുടെ ഏകദേശം 60% കാറുകളുടെ പല സാധനങ്ങളും ഉണ്ടാക്കുന്ന ചൈനയാണ്. ഈ അമേരിക്കയുടെ ഈ പോളിസി കൊണ്ട് ഏത് രീതിയിലാണ് ചൈനയെ ബാധിക്കാൻ പോകുന്നത്? അമേരിക്കയുടെ പോളിസി ചൈനയ്ക്കെതിരെയാണ് ആരംഭിച്ചെങ്കിലും അമേരിക്ക പരിപൂർണമായിട്ടും ചൈനയ്ക്കെതിരെ ആക്ഷൻ ആരംഭിച്ചിട്ടില്ല. ഇപ്പൊ കാണുന്നത് എന്നത് അതിൻ്റെ ഒരു എന്താ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ്. കാരണം മാനുഫാക്ചറിങ് അഗെയിൻ തിരിച്ചു വീണ്ടും അമേരിക്കയെ ഒരു മാനുഫാക്ചറിങ് ബേസ് ആക്കുക എന്നുള്ളത് ട്രംപിൻ്റെ ഒരു ഇലക്ഷൻ വാഗ്ദാനമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഡിട്രോയിറ്റിലെ ഇപ്പോഴുള്ള പ്രസംഗത്തിൻ്റെയും കാതലതായിരുന്നു കാര്യം, വീണ്ടും മാനുഫാക്ചറിങ് തിരിച്ചു കൊണ്ടുവരിക. പക്ഷെ മാനുഫാക്ചറിങ് തിരിച്ചുകൊണ്ടെങ്കിൽ പ്രായോഗികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നത്, അതായിരുന്നു ഒബാമയുടെ കാലത്തൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആണെന്ന് പറയാനുള്ള കാരണം, ചൈന പോലെ രാജ്യങ്ങളിൽ ലേബർ ചീപ്പാണ്, നിയന്ത്രണങ്ങൾ കുറവാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന $1 ഉണ്ടാക്കുന്ന, അല്ല ഇപ്പം ഉദാഹരണത്തിന് യൂറോപ്പിലോ അല്ലെ അമേരിക്കയിലോ $2 ഉണ്ടാക്കുന്ന ഒരു പേന അത് $2.5 വിൽക്കാൻ, അല്ലെ $1 ഉണ്ടാക്കുന്ന ഒരു പേന $2 വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അത് $1 ചൈന വിൽക്കാൻ തയ്യാറാകുമ്പോൾ ഈ മാർക്കറ്റ് നിലനിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടുള്ള മാർഗം എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വരുന്ന വസ്തുക്കൾക്ക് $1 ടാരിഫ് ഈടാക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ പ്രോഡക്റ്റിന് അമേരിക്ക $2 വരെ ആകും. അപ്പോൾ $2 അമേരിക്കയുടെ പ്രോഡക്റ്റ്, $2 ചൈനയുടെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കുന്നവന് ചോയ്സ് ഉണ്ട്.
ബൈ അമേരിക്ക, ഹയർ അമേരിക്ക ഒക്കെ ഇതിന്റെ സ്ലോഗനാണ്. അപ്പൊ അതാണ് ടാരിഫിന്റെ അടിസ്ഥാനപരമായ അമേരിക്കയുടെ ഉദ്ദേശം. ഷിജു വേറെ കാര്യമുണ്ട്. ഈ ടെക്നോളജി വൈസ് ചൈന പുറകിലൊന്നുമല്ല. ഇത് തെറ്റായ ധാരണയാണ്. അതായത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ചൈന എല്ലാ രാജ്യങ്ങളെക്കാളും വളരെ മുന്നിലാണ്. ആവാം. ചൈനയ്ക്ക് രണ്ട് തരം അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആദ്യകാല ജനം ഉണ്ടായത് മുഴുവനും ഈ പറയുന്ന തീർത്തും ഒരു ഒട്ടും അറിവില്ലാത്തെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കാര്യം ഈ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, അതായത് മോഷ്ടിച്ച് ഉണ്ടായിരുന്ന ടെക്നോളജി അതിൻ്റെ അടിസ്ഥാനമായിരുന്നെങ്കിലും ആ ടെക്നോളജിയുള്ള വികസനം ചൈനയ്ക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ചൈന എന്ന് പറയുന്നത് തീർത്തും ഒരു ബലഹീനമായ ഒരു ശത്രുവല്ല. ചൈന എന്ന് പറയുന്നത് ശക്തനായ ഒരു ശത്രുവാണ്. അത് അമേരിക്ക വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ചൈനയ്ക്ക് നേരെ ഇപ്പോഴും തിരിയാത്തത്. എന്തുകൊണ്ടാണ് വെനിസ്വേല അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ ഗ്രീൻലാൻഡിലേക്ക് ഈ ലോക്കൽ ഹെമിസ്ഫിയറിൽ മാത്രം ട്രംപ് ഇത്ര ശക്തമായിട്ട് ഇത്ര അതിവേഗവും ഇത്ര സ്പീഡിലും കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, നാളെ ചൈനയ്ക്ക് നേരെ തിരിയേണ്ടി വരുമ്പോൾ ഈ ഹോം ഏരിയ, ഈ വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ഇന്റേണൽ പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല. അതിന് യൂറോപ്യൻ രാജ്യങ്ങളെ ട്രംപ് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങളെ തിരിച്ചും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അമേരിക്കയുടെ ഓൺ സ്ട്രെങ്തിൽ സൗത്ത് അമേരിക്കയിൽ അമേരിക്കക്കെതിരാകാൻ സാധ്യതയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും ഒക്കെ ഒഴിവാക്കുക. ഗ്രീൻലാൻഡ് തൊട്ട് താഴോട്ട് സൗത്ത് അമേരിക്ക, അർജന്റീന വരെ ഈ ഒരു ഹെമിസ്ഫിയറിൽ അമേരിക്കയ്ക്ക് ശത്രു ഇല്ലാതായി കഴിഞ്ഞാൽ ഇത് വീണ്ടും ചൈനയ്ക്ക് നേരെ തിരിയാനാവും. അതായിരിക്കണം. അതും ഈ 3 വർഷം സംഭവിക്കും തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടില്ല. ഇപ്പോൾ ചൈന അമേരിക്കയിലേക്ക് എൻഗേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ചൈനയും വളരെ ബുദ്ധിപൂർവ്വമാണുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അമേരിക്ക ഇൻവോൾവ് ചെയ്ത് തൈവാനെ ഫ്രീ ആക്കാൻ ശ്രമിക്കും, ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കും. അതായത് ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ സമയത്താണ് നമ്മൾ വെസ്റ്റേൺ വേൾഡിലേക്ക്, ബാക്കിയുള്ള ഈസ്റ്റേൺ ഏരിയയിലേക്ക് നമുക്കൊരു നോക്കേണ്ടത്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ടെക്നോളജിക്കകത്ത് അമേരിക്ക ഡോമിനൻസ് ഉണ്ട്, ഈ പറയുന്ന എക്കണോമിക് ഡോമിനൻസ് തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്. പിന്നെ വരുന്നത് ഡിഫൻസിനകത്തൊരു സംശയവുമില്ല, വളരെ ശക്തമായ ഡോമിനൻസ് ഉണ്ട്. പിന്നെ എനർജിക്കകത്താണ് ഒരു വിഷയമുള്ളത്. ആ എനർജി ഒന്ന് ആലോചിച്ച് നോക്കൂ. വെനിസ്വേല അമേരിക്ക പിടിച്ചടക്കി എന്ന് വെച്ചോളൂ. ആ പിടിച്ചടക്കുന്നതിനകത്ത് യാതൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ അവിടുത്തെ ഈ പറയുന്ന ഒരു ഡിക്റ്റേറ്ററാണ് എന്നൊക്കെ പറയാൻ, എത്രയോ ഡിക്റ്റേറ്റർമാർ അമേരിക്കയുടെ പക്ഷത്താണ്, എത്രയോ മൊണാർക്സ് അമേരിക്കയുടെ പക്ഷത്താണ്, ഏകാധിപതികൾ എത്രയോ പേര് ഈ അമേരിക്കയുടെ ഈ ഫ്രണ്ട് സർക്കിളിനകത്തുണ്ട്. ഇത് പല രാജ്യങ്ങളാകാമല്ലോ. പക്ഷെ അവരെയൊക്കെ വിട്ടിട്ട് എന്തുകൊണ്ട് വെനിസ്വേലയുടെ പുറകെ പോകുന്നു നോക്കുമ്പോൾ ഒന്നാലോചിക്കണം. വെനിസ്വേലയും സൗദി അറേബ്യയും കാനഡയും ഈ 3 രാജ്യങ്ങളുടെ ഓയിൽ റിസർവ് എന്ന് പറയുന്നത് ലോകത്തിന്റെ 50% ഓയിൽ റിസർവ്. 1500 ബില്യനാണ് ഒരു എസ്റ്റിമേറ്റഡ് റിസർവ്. $1 ഒരു എസ്റ്റിമേറ്റഡ് റിസർവ് എങ്കിൽ ഇതിന്റെ 50% അമേരിക്കയുടെ ഈ പറയുന്ന 3 രാജ്യങ്ങളുടെ, ഈ 3 വെനിസ്വേല അമേരിക്കയുടെ വശത്താകുകയും സൗദി അറേബ്യ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയും കാനഡ തീർച്ചയായിട്ടും അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ 50% ഓയിൽ റിസർവ്സ്. അതിനു പുറമെ ഇറാന്, ഇറാഖ്, കുവൈറ്റ്, UAE, ആ മിഡിൽ ഈസ്റ്റ് 4 രാജ്യങ്ങളെ മാത്രം കണക്കാക്കുകയാണെങ്കിൽ ലോകത്തിന് 35% ഓയിൽ റിസർവ്സ് ഉണ്ട്. വളരെ കൃത്യമായ കണക്കായത് 37% ഓയിൽ റിസർവ്സ് ഉണ്ട്. ഇതുകൂടാതെ അമേരിക്കയ്ക്ക് നല്ല ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ അമേരിക്കയും മെക്സിക്കോയും ബ്രസീലും ഈ 3 രാജ്യങ്ങൾ ചേർക്കാണ്ട് 5%. അപ്പോൾ 50, 35 ഒക്കെ 5 കൂടെ ചേർത്താൽ ലോകത്തിന്റെ 90% ഓയിൽ അമേരിക്കയുടെ കയ്യിലേക്കാവുകയാണ് ഈ വെനിസ്വേല കൈ ചെയ്ത വഴി. ഇപ്പം ഇറാനൂടെ വരണം. ഇറാന്റെ പക്ഷത്ത് നിന്ന് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് അടുത്ത ശ്രമം. അതാണ് ഇപ്പോൾ ഇറാൻ നടക്കുന്ന അടുത്ത നമ്മൾ ഈ കാണുന്ന അഭ്യാസം. ഇപ്പം ഇറാനൂടെ വീഴുകയാണെങ്കിൽ ഇറാൻ കൂടെ ഫോൾ ഓഫ് ഇറാൻ എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ പക്ഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ 90% ഓയിലും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കീഴിലാകും. ആ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം അതിശക്തമായ ഒരു അമേരിക്കൻ സ്ട്രെങ്ത് ആയിരിക്കാം നമ്മൾ ഇനി വരുന്ന ഒരു സമീപ ഭാവി കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇതിനകത്ത് മറ്റൊരു സംഭവമുണ്ട്. കഴിഞ്ഞിടയ്ക്ക് അമേരിക്ക 2 സുപ്രധാന തീരുമാനങ്ങളാണ് എടുത്തത്. ഏകദേശം 69ഓളം ഇന്റർനാഷണൽ ഫോറങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതേപോലെ 75ഓളം രാജ്യങ്ങളുടെ വിസ ബാൻ ചെയ്തു.
അതെ. ഇതെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ബേസിക്കലി? പലപ്പോഴും ഈ വർഷങ്ങളായി ഈ നമ്മൾ മെമ്പർഷിപ്പ് ഇപ്പം നമ്മൾ സാധാരണ വിഭാഗത്തിൽ നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അറിയാതെ കുറേ സബ്സ്ക്രിപ്ഷൻ വരും. ഇതൊന്നും വായിക്കുന്നതോ വേണമുള്ളതോ അല്ല. അതുപോലെ ഈ വന്ന മെമ്പർഷിപ്പുകളൊന്നും അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന സ്ലോഗത്തിന് യോജിക്കുന്നതല്ല, അമേരിക്ക പ്രയോജനമുള്ളതല്ല. അത് USAID മുതലുള്ള സംഭവങ്ങൾ നമ്മളാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്നലെ വരുന്ന 75 രാജ്യങ്ങളുടെ വിസ നിയന്ത്രണത്തിനകത്ത് ഇമിഗ്രേഷൻ നിയന്ത്രണം ഉണ്ടായിട്ടുള്ളത്. മറ്റ് വിസിറ്റ് വിസയും മറ്റ് വിസകളും അലോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന രാജ്യങ്ങൾ പലതും അമേരിക്ക ഭയപ്പെടുന്ന ഈ അടുത്ത വർഷം കാണാൻ പോകുന്നത് ഒളിമ്പിക്സോ അല്ലെങ്കിൽ അമേരിക്കയുടെ 25ാമത്തെ ആനിവേഴ്സറി ആനിവേഴ്സറി വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഫ്ലോയ്ക്കകത്ത് ടെററിസം കടന്നു വരാതിരിക്കാനൊക്കെയുള്ള ഒരു മുൻകരുതലാണെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ്. എന്ത് ബേസിക്കലി ഇത്രയും ഓർഗനൈസേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പലതിലും ഇന്ത്യയുണ്ട്. ഇപ്പോൾ ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട UN ഫോറങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് മെയിൻ ഫണ്ട് എന്ന് പറയുന്നത് അമേരിക്കയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഉറപ്പായിട്ടും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തന്നെയാണ് ഇതേപോലുള്ള ഓർഗനൈസേഷൻ ഫോറം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് വിഡ്രോ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു മെസ്സേജ് എന്തുവാ ആശിച്ചു? അമേരിക്ക മുൻകാലങ്ങളിലുള്ളതുപോലെ അമേരിക്ക ഒരു ഹ്യൂമാനിറ്റേറിയൻ ഫേസ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുകയല്ല ചെയ്യുന്നത്. അമേരിക്ക കഴിഞ്ഞ 25 വർഷം കൊണ്ട് കണ്ടത് ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത അമേരിക്കൻ ഭരണകൂടങ്ങൾ അമേരിക്കയുടെ തകർച്ചയിലേക്ക് നയിക്കുന്നുള്ളതാണ്. അപ്പൊ ഈ അമേരിക്കയുടെ ഒരു സേവിയറായിട്ട്, രക്ഷകനായിട്ടാണ് അമേരിക്ക ട്രംപിനെ തന്നെയും റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിനെയും പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അമേരിക്കയ്ക്ക് വീണ്ടും അതായത് പീസ് ത്രൂ സ്ട്രെങ്ത്, ശക്തി കൊണ്ട് സമാധാനം ലോകത്തുണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ പണം കൊടുത്തും സഹായിച്ചും ചെയ്യുന്ന ഇത്തരം ഏജൻസികളെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് എൻവയോൺമെന്റൽ ഇഷ്യൂ അല്ലെങ്കിൽ ഗ്ലോബൽ ഇഷ്യൂ ചർച്ച ചെയ്യുന്നതിന് പകരം അങ്ങനെ കാരണം അതിന് പ്രധാനിയാകാൻ തീരുമാനിച്ചു, ശക്തനാകാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നിശ്ചയിക്കും. അപ്പം വരാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു പക്ഷേ അമേരിക്കയുടെ ഒരു മേധാവിത്വം എന്ന് പറയുന്ന ലോകത്തിന് മുമ്പിൽ ഒരുതരം നമ്മൾ ഈ പറയുന്ന ഒരു ഏകാധിപത്യമാണോ എന്ന് ചോദിച്ചാൽ പക്ഷേ അതുകൂടെ ആകാം. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം USAID മുഖാന്തരം ഉണ്ടായതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറഞ്ഞ എയിംസ് ഡൽഹിയിൽ. അതെ. അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ കാൺപൂർ IIT. USAID-ലാണ് ഇതുണ്ടാകുന്നത്. അതേപോലെ തന്നെ USAID ഉണ്ടാകുന്ന ലോകത്ത് അതേപോലെ പല സംരംഭങ്ങളുണ്ട്. അത് ഗ്ലോബലായിട്ട് അച്ചീവ് ചെയ്തതാണ്. അപ്പോൾ ഇനി അവരെന്തോ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയില്ല, ഇനി ഇതിനൊന്നും തയ്യാറല്ല. ഇതാണ് എന്ത് മെസ്സേജ്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്, എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്? അതായത് യുണൈറ്റഡ് നേഷൻ, അതായത് എൻ്റെ ചോദ്യം, ഒരു സുപ്രഭാതത്തിൽ യുണൈറ്റഡ് നേഷനോട് പറയാം അവിടുന്ന് പാക്ക് ചെയ്ത് പോകാൻ. യുണൈറ്റഡ് നേഷന് മുമ്പ് ലീഗ് ഓഫ് നേഷൻ എന്ന സംവിധാനം ഉണ്ടായിരുന്നു. അത് അപ്രധാനമായെന്ന് മാത്രമല്ല, ഇറാഖ് വാറിലേക്ക് പോകുമ്പോൾ യുണൈറ്റഡ് നേഷന് ഇറാഖ് വാറിലേക്ക് പങ്കെടുക്കരുത്, അല്ലെങ്കിൽ ചെയ്യരുത്, ഇറാഖിനെതിരെ യുദ്ധം ചെയ്യരുത് എന്ന തീരുമാനം വരുമ്പോൾ അന്നത്തെ പ്രസിഡന്റ് ജോർജ് ബുഷ് പറയുന്നുണ്ട് ലീഗ് ഓഫ് നേഷന്റെ അവസ്ഥ മറന്നു പോകരുത്. എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷനെ ലീഗ് ഓഫ് നേഷൻ പോലെ ആക്കുമെന്ന്. അതിപ്പം ട്രംപിന്റെ മാത്രമല്ല, അത് അമേരിക്കയുടെ ഏത് നിമിഷം അത് ആകാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനൊരു യുണൈറ്റഡ് നേഷൻ്റെ ഒരു പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തും അപ്രസക്തവും വളരെ ഇൻഎഫിഷ്യൻറ്റുമായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. ഇതിനകത്ത് വന്നേക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇവർ കൈപോക്കുക അമേരിക്കക്കെതിരെ. ഇവരൊരു കുറേ ഏജൻസികൾ ചേർന്ന് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള അഭ്യാസം ഉണ്ടാക്കുക, കുറേ പ്രമേയങ്ങൾ പാസ്സാക്കുക. ഇതുകൊണ്ട് വല്ല അർത്ഥമുണ്ട്? ഇതൊന്നും ഇതൊക്കെ സമയം കളയാണെന്ന് മാത്രമേ ഉള്ളൂ. UNRWA എന്ന് പറയുന്ന UNWRA എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് അമേരിക്ക കൊടുത്തിരുന്ന ഫണ്ടും മറ്റു രാജ്യങ്ങൾ കൊടുത്തിരുന്ന ഫണ്ടും ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് എന്നുള്ള ബേസിക് കൊടുത്തിരുന്ന ഉപയോഗിച്ചാണ് ഗാസയിൽ തുരങ്കം ഉണ്ടാക്കിയത്, ആയുധങ്ങൾ വാങ്ങിച്ചത്. അപ്പൊ ഈ പണത്തിന്റെ വിനിയോഗം ഇവിടേക്കാണ് പോകുന്നത്. അപ്പൊ വെറുതെ നമ്മൾ സംഭാവന കൊടുക്കുക എന്നുള്ളതല്ല. ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ മെച്ചമായ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അമേരിക്ക നിശ്ചയിക്കുന്ന മാർഗം അതല്ല മാർഗം, ഇനിയും ഞങ്ങൾ നിശ്ചയിക്കും എന്നുള്ളൊരു രീതി തന്നെയാണ് അമേരിക്കയുടെ മുമ്പിലുള്ളത്. അല്ല, അപ്പൊ അതിന്റെ ചോദ്യമുണ്ട്. അതായത് അമേരിക്ക ഇനി ഈ പറയുന്ന ഫോറങ്ങളിൽ കൂടെ പോകില്ല, UN കൂടെ പോകില്ല, അവർ ഡയറക്റ്റ് ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ഇതാണോ മെസ്സേജ് എന്ന് പറയുന്നത്? മെസ്സേജ് കാണുമല്ലോ. തീർച്ചയായിട്ടും ആണ്. യുണൈറ്റഡ് നേഷന്റെ ഇന്നത്തെ ഒരു ചാർട്ടർ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
വീറ്റോ ചെയ്യാൻ താവുള്ള രാജ്യങ്ങൾ, അമേരിക്കയുടെ തീരുമാനങ്ങൾക്കെതിരായിട്ട് ചൈനയ്ക്കോ റഷ്യക്കോ വീറ്റോ ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും മുമ്പോട്ട് പോകുന്നത് മാത്രമല്ല, ഇതിന് യാതൊരു എഫക്റ്റുമില്ല. അപ്പോൾ അമേരിക്ക നോക്കുന്നത് അമേരിക്കയ്ക്ക് ഈക്വലായിട്ട് അമേരിക്ക മാനേജ് ചെയ്യാവുന്ന, അപ്പോൾ യൂറോപ്യൻ യൂണിയൻ വിട്ടുനോക്കി ഒരു സമയം വരെ ടോണി ബ്ലെയറൊക്കെ ഉണ്ടായിരുന്നൊക്കെ അമേരിക്കയുടെ പക്ഷത്തായിരുന്നു ഇറാഖ് യുദ്ധകാലത്ത്. കഴിഞ്ഞ ഇടെ ട്രംപ് തന്നെ പറയുന്നുണ്ട്, നമുക്കൊരു ആവശ്യം വരുമ്പോൾ, അതായത് വെൻ വി ഗോ ഫോർ എ വാർ ഐ എം ഡൗട്ട്ഫുൾ ദാറ്റ് ഹൗ മെനി ഓഫ് ഈ പറഞ്ഞ നേറ്റോ മെമ്പേഴ്സ് വിൽ ജോയിൻ വിത്ത് അസ്. അപ്പം നമ്മളൊരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നമ്മളോടൊപ്പം ഇവർ യോജിക്കുമോ എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട്. അതായത് എനിക്ക് വിശ്വാസം എന്ന് പറയുമ്പോൾ തീർത്തും നേറ്റോയിൽ ഇല്ലാത്ത വിശ്വാസം ഇല്ലെന്ന് തന്നെയാണ് പ്രകടമാക്കുന്നത്. അപ്പോൾ പുള്ളി ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ല, പലപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആ ഭാഗത്താണ് നമ്മൾ ഈ പറയുന്ന ഇസ്രയേലിൻ്റെ ഒരു റീഎമർജൻസിനെ വീണ്ടും കാണേണ്ടത്. ഇസ്രയേലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രയേലിലെ ഈ അടുത്തിടെ ഉണ്ടായ യുദ്ധം വഴി, ഒക്ടോബർ 7 ശേഷം ഉണ്ടായ യുദ്ധം വഴി ഒട്ടുമിക്ക ഇസ്രയേലിനെ എതിർത്തിരുന്ന രാജ്യങ്ങളെയും ഇല്ലാതാക്കിയത് നമുക്കറിയാം. ലെബനോൺ തൊട്ട് നോക്കുകയാണെങ്കിൽ, സിറിയ മുതൽ നോക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ രാജ്യങ്ങളെ പേര് പറയേണ്ടതെല്ലാം നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. അതിനകത്ത് ഏറ്റവും ശക്തനായ എതിരാളി എന്ന് പറയുന്നത് ഇറാനായിരുന്നു. അപ്പോൾ ആ ഇറാൻ ഇസ്രയേലിനെതിരെ ശക്തമായെന്ന് മാത്രമല്ല, അവർ വിശ്വസിച്ചിരുന്നവർക്ക് ആയുധബലമുണ്ടെന്നൊക്കെ. പക്ഷെ അതിനെ തകർത്തു. ഇസ്രയേല് നേരിട്ട് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് 300-ലധികം മിസൈൽ അയക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ലോകം മുഴുവനെ നിന്നതാണ്. കാരണം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും വിചാരിച്ചു ഈ വലിയ ജ്യേഷ്ഠതകൾ എന്തൊക്കെയോ വലിയ ആയുധങ്ങളുണ്ടെന്നൊക്കെയാണ് കരുതിയത്. അപ്പം ഇപ്പോൾ ഒരുപാട് മിലിറ്ററി റിപ്പോർട്ട്സ് ഒക്കെ വരുന്നത്, നമ്മൾ സാധാരണ ഒരു മിസൈൽ അയക്കുന്നത് കൂടി വരുന്ന മിസൈലല്ല, സ്പേസിൽ കൂടെ ക്രോസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇത്ര ദൂരം കവർ ചെയ്യാനുള്ള സമയം ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. സമയം കിട്ടത്തില്ല. പക്ഷെങ്കിൽ ഈ അയച്ച 300-ലധികം മിസൈലുകൾ എവിടെ പോയി അതിൻ്റെ ബാക്കിയൊന്നും പോലും കാണുന്നില്ല. കാരണം സ്പേസ് വെച്ച് ഇത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണ് വാർത്തകൾ. അത് ഒരു പക്ഷേ ഇറാനെ ഭയപ്പെടുത്തുന്നത് മാത്രമല്ല, പിന്നെ ഈ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയുന്ന അവരുടെ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ തകർത്തത് വഴി ഇറാനെ പരിപൂർണമായിട്ടും ഇറാനെ പാരലൈസ്ഡ് ആക്കി. ഇറാന് ശക്തിയില്ലെന്ന് മാത്രമല്ല, ഇറാൻ അമേരിക്കയെതിരാനുള്ള ശക്തി ഇല്ല എന്നുള്ള ബോധ്യവുമുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു അപ്രൈസിങ് ഉണ്ടാകുന്ന രാജ്യത്ത് ഉണ്ടാകുന്ന അപ്രൈസിങ്ങിനെ ഫ്യൂൽ ചെയ്യുകയാണ് അമേരിക്ക ചെയ്യുന്നത്. അമേരിക്ക എന്നത് വി ആർ ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, ഞങ്ങൾ സഹായിക്കാം, അവരെ തൊട്ട് പോകരുത്, വെടിവെക്കും എന്നൊക്കെ പറയുന്നത് ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ശക്തി കൊടുക്കുന്നത് മാത്രമല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ട്രൂത്ത് സോഷ്യനകത്തൊരു ട്രംപിൻ്റെ ഒരു ട്വീറ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്ന് പറയുന്നത് എന്നോട് തന്നെ ചേർത്ത് പറയുന്നുണ്ട്, കീപ് ദർ നെയിംസ്, അവരുടെ പേരുകൾ എഴുതി വെച്ചോളാൻ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഖൊമൈനിയോട് ചേർന്ന് നിൽക്കുന്നവരെ ഭയപ്പെടണം, നാളെ അധികാരം മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന്. അപ്പം ശരിക്കും ഖൊമൈനിയുടെ ആ ഒരു ലോയൽ ഫോഴ്സിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം നമ്മളിപ്പോൾ കരുതുന്നു, ഇപ്പം അമേരിക്ക ഈ പറയുന്ന ഇറാനെ അറ്റാക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസവും, ചെയ്തതെന്നാണ് എൻ്റെ പ്രാർത്ഥനയും. കാര്യം ഒന്നാമത്തെ കാര്യം, ഒരു അറ്റാക്ക് എപ്പോഴും യുദ്ധം എപ്പോഴും അനേകം ഇന്നസെന്റ് ആൾക്കാരെ ഡിസാസ്റ്റർ കൊല്ലും. പക്ഷെങ്കില് ഈയൊരു ഇപ്പം നടക്കുന്ന ഒരു സംവിധാനത്തിൽ അതൊരു നെഗോസിയേഷൻ നടക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. അതിനോട് തന്നെയാണ് ബാക്ക് ഡോർ നെഗോസിയേഷൻ ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പറഞ്ഞത് ഇനി അവർ വെടിവെക്കത്തില്ല. മാത്രമല്ല 26 വയസ്സുള്ള യുവാവിനെ അവർ പബ്ലിക്കായിട്ട് എക്സിക്യൂട്ട് കൊല്ലാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതുണ്ടാകത്തില്ല എന്ന് ട്രംപ് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ പറഞ്ഞ പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ യുദ്ധം തീർന്നു ഇന്ത്യ പറയുന്നതിന് മുമ്പ് തന്നെ ട്രംപ് പറയുന്നതും ഒക്കെ ആയിട്ട് ആലോചിക്കുമ്പോൾ ഇതിന്റെ പിമ്പിലൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഒത്തുതീർപ്പിനകത്ത് എന്തുകൊണ്ടാണ് അതൊരു ഒത്തുതീർപ്പിലെത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയുടെ ഉറപ്പായിട്ട് അമേരിക്കയുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഖൊമൈനി രാജ്യം വിടണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നൊരു ചോദ്യം ചോദിക്കും, ഇങ്ങനൊരു സന്ദർഭത്തിൽ ഈ ട്രംപും അമേരിക്ക ഇത്രയും ശക്തമായിരിക്കുന്ന സമയത്ത് അവരുടെ പൊട്ടൻഷ്യൽ എനിമിയായിട്ട് ചൈന എല്ലായിടത്തും വരുന്ന സമയത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നെങ്കിൽ ഇന്ത്യ എവിടെ ചെയ്യാൻ? അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പരാതി, ഒരു ദുഃഖവും. കാര്യം എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ വളരെയേറെ പ്രതീക്ഷിച്ചു
അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഒന്ന് ആലോചിക്കണം. 2ാം പ്രാവശ്യം ട്രംപ് വരുമ്പോൾ ആദ്യം വൈറ്റ് ഹൗസ് സന്ദർശിച്ച രാജ്യ തലവന്മാരുടെ ആളായിരുന്നു നരേന്ദ്രമോദി. പക്ഷെ എവിടെയാണ് ഇത് ഡിറൈൽ ചെയ്തത്? ഡിറൈൽ ചെയ്തിട്ട് എന്തുകൊണ്ട് നമ്മളിത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല? അത് ഈഗോയാണോ? എന്തായാലും ഈ പറയുന്ന പോലെ ട്രേഡ് ഈ ട്രേഡ് ഒന്നും അല്ല ഇഷ്യൂ. എഗ്രിമെന്റ് കണ്ടീഷൻസ് ഒന്നും അല്ല, ഉറപ്പായിട്ടും അല്ല. ട്രേഡ് ഒന്നും അല്ല ഇഷ്യൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള അവസരം കഴിഞ്ഞു പോയി. ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൽ തീർത്തും അപ്രധാനമായ ഒരു രാജ്യമാണ്. വളരെ ഇൻസിംപ്ലിഫിക്കൻ്റ് ഒരു എവിടെ ഇല്ലാത്ത രീതിയായി പോയി. ഇന്ത്യയെ പറ്റി സംസാരിക്കുന്നില്ല, ഇന്ത്യയെ പറ്റി കേൾക്കുന്നില്ല. നമ്മൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വലിയ ആളാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ അപ്പോഴത്തെ അതെല്ലാം സംഭവിക്കുന്നത്. അതൊരു വളരെ വളരെ ഒരു ഡിപ്ലോമസിയുടെ പരാജയം. ഷിജു ഒരു കാര്യം, ഷിജു ഡീപ്പായിട്ട് വായിക്കുന്ന ആളാണ്. ഒരു ഗ്ലോബൽ മീഡിയ പോലും ഇന്ത്യ കോട്ട് ചെയ്യുന്നില്ല. അതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ റെഗുലറായിട്ട് വായിക്കുന്ന ആളാണ്. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയെ പറ്റി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ടൂറിനെ പറ്റിയും, ഇന്ത്യൻ ഗ്രോത്തിനെ പറ്റിയും, ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയും, ഇന്ത്യയുടെ പൊട്ടൻഷ്യലായിട്ടുള്ള ഗ്ലോബൽ റിലേഷനെ പറ്റിയൊക്കെ പറയുന്ന പത്രങ്ങളൊക്കെ തന്നെ ഇവർ ഇന്ത്യ എന്ന് പറയുന്ന പേരെവിടെയും വരുന്നില്ല. അതാണ് അഥവാ ഇന്ത്യ വെസ്റ്റേൺ വേൾഡിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയെ കേൾക്കുന്നത് വളരെ മോശമായ ഇമിഗ്രേഷനെ പറ്റിയുള്ളതും അത്തരം അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി വളരെ ഭയപ്പെടേണ്ട ഒരു വിഷയം ഡേർട്ടി ഇന്ത്യ ഒരു കോമൺ കോൺവെർസേഷനാണ്. ഇനി ഇന്ത്യ വൃത്തിയായിട്ട് രാജ്യങ്ങളുടെ ഭാഗത്താണ്. അതെ, ഞാൻ പല സുഹൃത്തുക്കളും എന്നോട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ രീതിയിലോട്ടാണ് വല്ലാതെ നെഗറ്റീവായിട്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്ക ഇന്ത്യ റിലേഷൻഷിപ്പ് മോശമായ ശേഷം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കീ ആസ്പെക്റ്റാണ് ഇന്ത്യയെ പറ്റി വരുന്ന മുഴുവനും നെഗറ്റീവ് വാർത്തയാണ്. ഒരൊറ്റ പോസിറ്റീവ് വാർത്ത വരുന്നില്ല. അത് മാത്രമല്ല ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു വാർത്താ പ്രാധാന്യം നഷ്ടപ്പെട്ടു. മറ്റേ നരേന്ദ്രമോദി ആയിരുന്നു. വളരെയേറെ നാളുകളെ ഞാനും വ്യക്തിപരമായിട്ട് നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപ്രഭാവം മാത്രമല്ല ആ ഒരു ഡിപ്ലോമസിയും രാജ്യത്തിന് മുമ്പിൽ ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്ക് ഉണ്ടാക്കിയ ഒരു മാന്യതയെപ്പറ്റിയും ഇന്ത്യക്കാർക്ക് ലോകത്തിന് മുമ്പിൽ ഉണ്ടാക്കിയ മാന്യതയെപ്പറ്റിയും ഒക്കെ ഞാൻ ഒരു പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞതാണെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി മെച്ചപ്പെട്ട നേതാവായിരിക്കാം. ഇന്ത്യക്കുള്ളിൽ തീർച്ചയായിട്ടും പുള്ളിക്ക് നല്ല നേട്ടം കാണാം. പക്ഷെ ഇതിനെ ഭരിക്കുന്നില്ല പിമ്പിൽ. ഞാനൊരു ആ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ കിടക്കുന്നില്ല. ഇതിന് പിമ്പിൽ ഉള്ള ശക്തികൾ തീർത്തും ഒരു ബുദ്ധിശൂന്യമായ ഒരു നടപടിയാണ്. ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഇതെന്ന് പറയുന്നത് ഒന്നാലോചിക്കണം. ഒരു 10 വർഷം 15 വർഷം 20 വർഷം എന്നൊക്കെ ഈ ഒരു 5 വർഷം വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു യുവജനതയുടെ ഒരു സ്വപ്നമുണ്ട്. അവിടെ ഒരു കാലഘട്ടമുണ്ട്. ഒരു 5 വർഷം ഒരു 10 വർഷം അവൻ്റെ സ്വഭാവം രൂപീകരിക്കാൻ, അവൻ്റെ ജോലി രൂപീകരിക്കാൻ, ഭാവി രൂപീകരിക്കാനുള്ളത്. ഈ ഒരു 5 വർഷം ഇന്ത്യ വിട്ട് പോകാനൊക്കത്തില്ല ഇന്ത്യക്കാർക്കെന്നും. അല്ലെങ്കിൽ അവസരങ്ങളെല്ലാം വരുമ്പോൾ ഒരു തലമുറയുടെ സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നത്. രാജ്യത്ത് മെച്ചമാണെന്ന് പറഞ്ഞാൽ സത്യത്തിലെ ഒരു നേതാവും ഒരു ലോകത്തൊരു നേതാവും ഒരു 2 ടേമിക്കുള്ളിൽ നേതാവായിട്ടിരിക്കാൻ പാടില്ല. അതായത് ആ ഒരു 8 വർഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്ന് മാത്രമല്ല രാജ്യത്തെ അവരുടെ കാഴ്ചപ്പാടുള്ള ദിശയിലേക്ക് നയിക്കണം. ഇവിടെ ഇരുന്നേ മരിക്കത്തുള്ളൂ എന്ന തീരുമാനത്തിലേക്ക് നേതാക്കന്മാരുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് ആഫ്രിക്കയിലെ ഏകാധിപതിയെ പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഇരുന്നാൽ മതി. ട്രംപ് എന്തുകൊണ്ടാണ് സ്പീഡിൽ പുറത്തേക്ക് 2ാം ടേമാണ്. 2 ടേം കഴിഞ്ഞാൽ അമേരിക്ക ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ ഒക്കത്തില്ല. ഇനിയും 3 വർഷമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് കാര്യം ചെയ്തു തീർക്കേണ്ടതുള്ളത്. ആ മനോഭാവം ഓരോ നേതാവിനും ഉണ്ടാകണം. ആ മനോഭാവം ഓരോ രാജ്യത്തിനും ഉണ്ടാകും. അല്ല, ഈ പറയുന്ന H1B വിസ എന്ന് പറയുന്നത് ചെറിയ ഇഷ്യൂ ഒന്നുമല്ലേ. ഇത് ഗ്ലോബലായിട്ട് ചെറുപ്പക്കാരെ മുഴുവനും ബാധിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചു ഈ ട്രംപ് വന്നു കഴിഞ്ഞ് ഇന്ത്യയുമായിട്ടുള്ള പ്രത്യേകിച്ച് മോദിയുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻ, അതെ, അപ്പോൾ ആ ബന്ധമനുസരിച്ച് ഇന്ത്യയുടെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിജുവിനറിയാം നമ്മളെല്ലാം കുക്കപ്പ് ചെയ്ത GDP ആണ് 8.2 എന്ന് പറയുന്നത്. യഥാർത്ഥം നമുക്കറിയാം എത്ര ആണെന്നുള്ളത്. റിയാലിറ്റി എല്ലാവർക്കും അറിയാം. അതായത് സത്യം പറയാമല്ലോ, ഫോറിൻ റിസർവ് ഡിക്ലൈൻ ചെയ്യുകയാണ്. ഇത് കാരണം കറൻസി പിടിച്ചു നിർത്താൻ വേണ്ടി. അതായത് ക്രൈസിസിലോട്ട് പോവുകയാണ് ഈ സംഭവം. അപ്പം അതാണ് ഞാൻ ചോദിച്ചത്, നമ്മൾ എവിടെ പോകേണ്ട ഒരു രാജ്യമായിരുന്നു ഈ ചൈന. പൊട്ടൻഷ്യൽ എനിമിയായിട്ട് ചൈന മാറുകയും മറ്റുള്ള രാജ്യങ്ങൾ അമേരിക്ക ഫോളോ ചെയ്ത് ഇന്ത്യ അവരുടെ കൂടെ നിന്ന് എവിടെ പോകേണ്ട ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. നമ്മൾ ഈ സാധാരണ ഒരു അല്പം തമാശയായിട്ട് പറഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പം
ഉപ്പ് പോരാമെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർക്കട്ടെ എന്ന് പറയുന്ന പോലെ ഇന്ത്യ കുക്ക് ചെയ്ത കൂട്ടത്തിൽ അല്പം കൂടെ GDP ചേർക്കട്ടെ എന്ന് പറഞ്ഞൊരു പോയിന്റ് ചേർത്തന്നേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തില് ഒരു ഗ്രോത്ത് ആണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഗ്രോത്ത് ആണെന്നെങ്കിൽ മറ്റു മേഖലകളിൽ പ്രതിഫലിക്കണം. പക്ഷേ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ, അമേരിക്കയിൽ ഈ നെതന്യാഹു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രമാത്രം അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരു നേതാവില്ലായിരുന്നു വൈറ്റ് ഹൗസുമായിട്ട് മോദിയെ പോലെ. ആ ഒരു അവസരത്തിൽ ഈ ട്രംപിന്റെ അല്ലെ അമേരിക്കയുടെ ഉദ്ദേശം ഇതാണ് ഈ ലക്ഷ്യത്തിലേക്കാണെന്ന് പോകുന്നത് മനസ്സിലാക്കാനുള്ള ബോധം തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്കുണ്ടായിരിക്കും, ഇന്ത്യയുടെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നിരിക്കണം. അപ്പം ചൈനയ്ക്ക് നേരെ ഈ ഒരു ടാരിഫും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ചൈനയിൽ നിന്നുള്ള മുഴുവൻ വ്യവസായങ്ങൾ ചൈന വിട്ട് ഇന്ത്യയിലേക്കാണ് വേണ്ടത്. കാര്യം എല്ലാ കാരണങ്ങൾ കൊണ്ടും ഇന്ത്യന് പറ്റിയ അനുയോജ്യമായ രാജ്യമാണ്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയെ പറ്റി നമുക്ക് പറയാം. അതായത് വർക്ക് ഫോഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജനതയുണ്ട്. അപ്പം ഇതിലേക്ക് ചൈനയിൽ നിന്ന് ഈ ഇൻഡസ്ട്രി മുഴുവൻ മൈഗ്രേറ്റ് ചെയ്യാം. മറന്നു പോകരുത്, $100 ബില്യൺ ആപ്പിൾ കമ്പ്യൂട്ടർ ഇൻവെസ്റ്റ്മെന്റ് പ്രഖ്യാപിച്ചിരുന്നു ആദ്യം. പിന്നെ ഇവിടെ പോയി ആ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പം നമ്മൾ കാണുന്ന 10 ബില്യന് 5 ബില്യന് അല്ലെ ഗൂഗിൾ വരുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ ഒന്നും ആക്കണം. ഇവർ പറഞ്ഞ 20 ട്രില്യനാണ് അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നത്. 20 ട്രില്യൺ, 1000 മില്യൺ ആണ് 1 ട്രില്യൺ. അതിനകത്ത് നമ്മൾ 10 ബില്യൺ ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു പറയുന്നത്. ഗൂഗിൾ ഇൻവെസ്റ്റിന്റെ പർപ്പസ് എന്താണ്? അത് ഡേറ്റാ സെന്റർ അല്ലയോ, അതിന്റെ ജോബ് ചെയ്യട്ടില്ല. അത് താൽക്കാലികമായിട്ട് അതിനകത്ത് വേണ്ട മാൻ പവർ ഉപയോഗിക്കുന്നത് മാത്രമല്ലാതെ ഇതൊന്നും ഒരു ടെക്നോളജിയെ നമ്മൾ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനങ്ങളല്ല. അതൊക്കെ ഒരു താൽക്കാലികമായ ഇതാകാം. പക്ഷെ ഇന്ത്യയുടെ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് കാണാൻ കഴിയുമായിരുന്ന ഇന്ത്യയുടെ ഒരു അഭൂതപൂർവമായ ഒരു വളർച്ച അല്ലെ ഒരു ഗ്രോത്തിനെ അത് തടസ്സപ്പെടുത്തി. അല്ല, അതില്ലാതായി. കാരണം ഞാൻ പല ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്ന പല ആൾക്കാരെ എനിക്കറിയാം. മോദി ഗവൺമെന്റുമായിട്ടൊക്കെ ബന്ധമുള്ള പല ആൾക്കാരെ വളരെയധികം പേരുണ്ട്. കാരണം മോദി അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കി. അപ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ അവർ തന്നെ പറഞ്ഞു ഒരൊറ്റരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. അതാണ് മോദി ശരിക്കും ഷോക്കിങ്ങിലാണ്. കാരണം അത് പുറത്ത് കാണിക്കത്തില്ല. അതുകൊണ്ട് അയാൾ ഒരിക്കലും വിചാരിച്ചില്ല ഇതേ രീതിയിൽ ഇതെല്ലാം കൂടെ. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഈ തലയ്ക്കകത്ത് അഹങ്കാരം കയറരുത്. ഞാൻ എന്തൊക്കെയായി, ഒന്നും ആയിട്ടില്ല. അഹങ്കാരം കയറി കഴിഞ്ഞ് ഇതൊക്കെയാണ്. ഏതായാലും എനിക്ക് തോന്നുന്നത്, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, ഈ ഫാൽഗാം ആണെങ്കിലും അതിനുശേഷം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഒക്കെ പുറകിൽ കളിച്ചിരിക്കുന്ന ചൈനയെ അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും മോദി ഗവൺമെൻറ് ഉണ്ടായില്ല. അതിൽ നഷ്ടപ്പെട്ടത് അൾട്ടിമേറ്റ്ലി ലൂസർ എന്ന് പറഞ്ഞ ഇന്ത്യയാണ്. ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത് വളരെ അമിക്കബിളായിട്ട് പോകേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം ചൈനയാണ് അൾട്ടിമേറ്റ് ലൂസർ ആകേണ്ടത്, അവർ ഗെയിനറായി. പക്ഷെ ഇന്ത്യ എന്ന് പറയുമ്പോഴും മാത്യു ചിന്തിക്കണം, ഇന്ത്യയിലെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നതും ഇന്ത്യയുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതും ഇന്ത്യയിലെ ഒരു യുവതലമുറയ്ക്കാണ്, യുവജനങ്ങൾക്കാണ്. അവരുടെ അവസരം നഷ്ടപ്പെടുന്നു. മാത്രമല്ല, ഈ പറയുന്ന എക്സ്പോർട്ടേഴ്സിന്റെ അവസ്ഥ എന്താണ്? ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്ന എക്സ്പോർട്ടേഴ്സിന്റെ അവസ്ഥ. എക്സ്പോർട്ടേഴ്സിന് ഒരു ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് നേരിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട, അത് മിഡിൽ ഈസ്റ്റ് വഴിയോ അല്ലെങ്കിൽ തായ്ലൻഡോ വിയറ്റ്നാമോ എവിടെ നിന്നും ചെയ്യാം എന്ന് പറഞ്ഞ് സീ ഫുഡ് മറ്റും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളതിനെ ഇവിടുന്ന് പോകുന്ന ആ മീനിനെയും ആ തുണിത്തരങ്ങളെയും ഒക്കെ നമ്മൾ എക്സ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യുക. പക്ഷെ ഭയപ്പെടേണ്ട ഒരു വിഷയമുണ്ട്. കാരണം നമ്മുടെ മാനുഫാക്ചറിങ് ബേസ് ഗ്ലോബലൈസേഷൻ അമേരിക്ക നഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ മാനുഫാക്ചറിങ് ബേസ് നഷ്ടപ്പെടുക. അതായത് ഇന്ത്യൻ ഓഷ്യനിൽ പിടിക്കുന്ന മീന് എന്തിന് ഇന്ത്യയുടെ കരയിലേക്ക് അടുപ്പിക്കണം? എന്തിന് ഹൈദരാബാദിലോ ഹൈദരാബാദിൽ കൊണ്ടുവരണം? എന്തുകൊണ്ട് ഇതിനെ വിയറ്റ്നാമിലേക്ക് അടുപ്പിച്ചുകൂടാ? ഇവരുടെ തൊഴിലിവിടെ പോകും. അപ്പം നമ്മൾ ഈ ഒരു കഴിഞ്ഞ വർഷം കാണുന്ന നമ്മുടെ ഒരു GDP ഗ്രോത്ത് ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഗ്രോത്ത് ഉണ്ടെങ്കിൽ തന്നെ അതൊരു റിയലിസ്റ്റിക് ഫിഗർ അല്ല. കാരണം നമ്മൾ മറ്റ് ഏരിയകളെ ചാനലൈസ് ചെയ്യുന്നത് അമേരിക്കയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് തന്നെയാണ് ചൈനയുടെ എക്സ്പോർട്ടിനകത്തുള്ള അഡ്വാൻറ്റേജ്. ചൈന കാണിക്കുന്ന 1 ട്രില്യന്റെ സർപ്ലസ് കാണിക്കുന്നത് അത് തന്നെയാണ്. അമേരിക്കൻ മാർക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ മറ്റ് മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഏഷ്യയുടെയും മറ്റ് ആഫ്രിക്കയിലെയും രാജ്യങ്ങളിലേക്ക്, അതാണ് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന വിധം നമ്മുടെ ചെറിയ ഏരിയകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കുന്ന ഒരു കോള കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കുമ്പോൾ എല്ലാ കടകളിൽ നിന്നും കൊണ്ടുപോയി 10 ക്രേറ്റ് കോള കൊടുത്തിട്ട് ഭയങ്കര കച്ചവടമൊന്നും കാര്യമില്ല. 2ാമത്തെ ആഴ്ച ചെല്ലുമ്പോൾ വിൽക്കണം, എങ്കിലേ റീപ്ലേസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. സപ്ലൈ ചെയ്യും. ചൈന അതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പർച്ചേസിംഗ് പവർ നോക്കണം. പർച്ചേസിംഗ് പവർ എന്ന് പറയുമ്പോൾ 330 മില്യൺ പോപ്പുലേഷനുള്ള അമേരിക്കയിലെ
ഏകദേശം 30% ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ് ആണ്. അപ്പം 30% വന്ന് ഏകദേശം 300 മില്യണോളം അല്ലെങ്കിൽ 300 മില്യനടുത്ത് മുകളിൽ വരും. അപ്പം അമേരിക്കയ്ക്കൊപ്പം ഉള്ള പോപ്പുലേഷൻ നമുക്ക് മിഡിൽ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോഴും GDP എണ്ണം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പർച്ചേസിങ് പവർ $2,500 ആവറേജ് ഇൻകം ഉള്ളവൻ ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ആണെങ്കിൽ $50,000 ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കൻ മിഡിൽ ക്ലാസ് ആവുന്നുള്ളൂ. അപ്പോൾ പർച്ചേസിംഗ് പവർ കമ്പയർ ചെയ്തില്ല. പലപ്പോഴും നമ്മൾ ഇത്തരം തെറ്റായിട്ടുള്ള ഫിഗേഴ്സ് ഉപയോഗിച്ചും തെറ്റായിട്ടുള്ള ജി ഡി പിയുടെ വലിപ്പത്തെ പറയുമ്പോൾ ഇത്രമാത്രം പോപ്പുലേഷൻ രാജ്യത്ത് ഈ GDP കൊണ്ട് ആളോഹരി വരുമാനം വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, ഇതെന്ന് പറയുന്ന ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. അതിസമ്പന്നരായ ആൾക്കാരിലാണ് പണം. അദാനിയുടെയും അംബാനിയുടെയും വലിപ്പമോ അവളുടെ കല്യാണത്തിന്റെ മോഡിയോ കണ്ടിട്ട് ഇത് മെച്ചപ്പെട്ടെന്ന് പറയാനൊക്കെ. ഇന്നും ഇന്ത്യയുടെ ബീഹാറിന്റെ പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ 2,000 rupees ആണ് പെർ ഇയർ. അതാണ് എനിവേ ജീവിത നിലവാരം അത് വളരെ മോശമല്ലേ, വളരെ മോശമാണ്. എനിവേ താങ്ക്സ് ഫോർ ദ ചിറ്റ് ചാറ്റ്. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാത്യു. താങ്ക് യു.